ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സിമ്പിൾ നെറ്റ്വർക്ക് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സിസ്കോയുടെ റൗട്ടർ ആൻഡ് സ്വിച്ച്, ഒരു സെർവർ, ഒരു ക്ലയൻറ്റ് PC, ഇങ്ങനെയുള്ള 4 ഡിവൈസ് ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ DHCP സെർവർ ഞാൻ കോൺഫിഗറേഷൻ ചെയ്യുന്നത് നമ്മളുടെ റൗട്ടറിനകത്താണ്, എന്നാൽ VLAN കോൺഫിഗറേഷൻ ചെയ്യുന്നത് സ്വിച്ചിനകത്തുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ പാക്കറ്റ് ട്രേസർ ആണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഈ സിമ്പിൾ നെറ്റ്വർക്ക് ഒരു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പാക്കറ്റ് ട്രേസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ നെറ്റ്വർക്ക് ഡിവൈസസ് നിന്ന് ഞാൻ റൗട്ടർ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റൗട്ടർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്വിച്ചാണ്. സ്വിച്ച് ഞാനൊരു മോഡൽ സ്വിച്ച് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എൻ്റെ ഡിവൈസുകളിൽ നിന്ന് ഒരു സെർവർ ആണ്, ഒരു PC. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് റൗട്ടർ ഒന്ന് കോൺഫിഗറേഷൻ ചെയ്യാം. റൗട്ടറിൻ്റെ ബേസിക് കോൺഫിഗറേഷൻ, അതുപോലെ DHCP സെർവർ കോൺഫിഗറേഷൻ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി അതിനകത്ത് വീഡിയോ കൊണ്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ കോൺഫിഗറേഷൻ ചെയ്യുന്നത് DHCP സെർവറാണ്. അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ഒരു ബേസിക് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതാണ് ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതിനകത്ത് ചെയ്യാത്തത്. ഫസ്റ്റ് നമ്മൾ അഡ്മിൻ പ്രിവിലേജ് എടുത്ത ശേഷം കോൺഫിഗറേഷൻ മോഡിൽ കയറുക. അതിനുശേഷം നമ്മൾ DHCP പുൾ എന്ന് എൻ്റർ ചെയ്ത ശേഷം നമുക്ക് എന്ത് പേരാണ് നമുക്ക് DHCP സെർവറിന് വേണ്ടത് എന്നുള്ള പേരാണ് ഞാൻ ഇവിടെ എൻ്റെ ചാനലിൻ്റെ പേരായ TCS ടെക് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് നെറ്റ്വർക്കാണ്. ഏത് റേഞ്ച് വേണം എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഡിഫാൾട്ട് റൗട്ടർ IP അഡ്രസ് എന്ന് പറയുന്നത് ഞാൻ 1.1 ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റൗട്ടറിലെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് നമ്മൾ റൗട്ടർ ലോഗിൻ ചെയ്ത ശേഷം ഇനേബിൾ എന്ന കമാൻഡിന് പകരം ഞാനിവിടെ ENA എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോമാണ്. അതിനുശേഷം നമ്മൾ കോൺഫിഗറേഷൻ മോഡിലാണ് കയറേണ്ടത്. അതിന് കോൺഫിഗറേഷൻ ടെർമിനൽ എന്നാണ് ഫുൾ കമാൻഡ് വരുന്നത്. ഞാനത് T എന്ന് അടിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ DHCP ആണ് സെറ്റ് ചെയ്യുന്നത്. DHCP സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് IP DHCP പൂൾ, ശേഷം നിങ്ങൾക്ക് എന്താണ് പേര് വേണ്ടത്, എന്ത് പേരിലും കൊടുക്കാം. അപ്പോൾ ആ പേരിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഞാൻ 1.1 സീരീസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.0 ഞാൻ എൻ്റർ ചെയ്തു. മാസ്ക് പറഞ്ഞ് 24/24 സീരീസ് ആണ്. അപ്പോൾ 255.255.255.0. അതിനുശേഷം ഡിഫാൾട്ട് റൗട്ടർ ഞാൻ 1.1 ആണ് കൊടുത്തത്. അതിനുശേഷം DNS സെർവർ, അത് ഞാൻ ഗൂഗിളിൻ്റെ പബ്ലിക് DNS ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്തതിനു ശേഷം നമ്മളൊരു ഇൻ്റർഫേസിൽ ലോഗിൻ ചെയ്യുക. ആ ഇൻ്റർഫേസിൽ നമ്മളൊരു IP അഡ്രസ്സ് അസൈൻ ചെയ്യുക. ശേഷം നോ ഷട്ട് ഡൗൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഇൻ്റർഫേസ് നമുക്കിവിടെ അപ്പായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സ്വിച്ചുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. സ്വിച്ച് കണക്ട് ചെയ്യുന്നത് നമ്മൾ ഈതർനെറ്റ് കേബിൾ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്.
നമ്മൾ 0 ആണ് കോൺഫിഗറേഷൻ ചെയ്തത്. അപ്പോൾ 0 നിന്ന് ഞാൻ ഇതിലോട്ടൊരു 24 കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വിച്ച് ഒന്ന് കോൺഫിഗറേഷൻ ചെയ്യാം. സ്വിച്ചും സെയിം തന്നെയാണ്. ഇനേബിൾ കമാൻഡ് അടിച്ചതിന് ശേഷം നമ്മൾ കോൺഫിഗറേഷൻ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു VLAN ക്രിയേറ്റ് ചെയ്യാം ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ VLAN ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് VLAN 10. ഓക്കെ, ഇപ്പോൾ നമ്മളെ VLAN ക്രിയേറ്റ് ആയി. ഇനി നമുക്കൊരു VLAN ഒരു പേര് കൊടുക്കാം. അത് ഞാൻ ടാറ്റ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മളുടെ ഒരു ഇന്റർഫേസ്, നമ്മൾ ഫസ്റ്റ് എടുത്ത ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇതാണല്ലോ, ഇന്റർഫേസ് ഫാസ്റ്റ് ഈതർനെറ്റ് 24. നമുക്ക് അതിനകത്ത് ഞങ്ങൾക്ക് VLAN എന്ന് അസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ആക്സസ് പോർട്ട് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഒറ്റ VLAN അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആക്സസ് പോർട്ട് ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളതിൽ VLAN ആക്സസ് പോർട്ടായിട്ട് VLAN 10 നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നോ ഷട്ട് ഡൗൺ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കൊടുക്കാനുള്ളത് വേറെ രണ്ട് ഇൻ്റർഫേസ് ആണ്. ഇപ്പോൾ നമ്മളുടെ ലിങ്ക് അപ്പായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ലിങ്ക് അപ്പായിട്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത രണ്ട് പോർട്ടും കൂടെ നമുക്ക് അസൈൻ ചെയ്യാം. അപ്പോൾ അതിൽ ഫാസ്റ്റ് ഈതർനെറ്റ് 1 എന്ന് പറയുന്നത് ഞാൻ സെർവറിൽ കൊടുത്തു. ദെൻ ഫാസ്റ്റ് ഈതർനെറ്റ് 2 എന്ന് പറയുന്നത് നമ്മളുടെ ക്ലയൻറ്റ് PC-യിലും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഫാസ്റ്റ് ഈതർനെറ്റ് 1ഉം 2ഉം കോൺഫിഗറേഷൻ ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അസൈൻ ചെയ്യാം. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം കമാൻഡ് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിതിന് സ്വിച്ചിന് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം.
ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡിസ്ക്രിപ്ഷൻ്റെ ഷോർട്ട് ഫോം ആണ് ഞാൻ DES ഡിസ് അടിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ കമൻറ്റ് വഴി അറിയിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തോ, അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ചാൽ നമ്മളത് ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളുടെ VLAN കോൺഫിഗറേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെറ്റിങ്സ് ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ സെറ്റിങ്സ് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് IP അഡ്രസ് കോൺഫിഗറേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് റൗട്ടറിലേക്ക് ഒന്ന് പിങ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ റൗട്ടറിൻ്റെ ഇൻ്റർഫേസിലോട്ട് പിങ് ചെയ്യുമ്പോൾ നമുക്ക് പിങ് റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഇനി നമ്മളുടെ ക്ലയൻറ്റ് PCയും കൂടെ ഒന്ന് കോൺഫിഗറേഷൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ 1.1 എന്ന് പറയുന്നത് നമ്മുടെ സെർവറിൻ്റെ IP അഡ്രസ് ആണ്. അപ്പോൾ സെർവറിലേക്ക് പിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൗട്ടറിലേക്ക് ഒന്ന് പിങ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഡിസ്ക്രിപ്ഷനും VLANസും കോൺഫിഗറേഷൻസ് എല്ലാം ഇവിടെ സേവ് ആയിട്ടുണ്ട്. നമുക്ക് റൗട്ടറിൽ ഒന്ന് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ കാണാൻ പറ്റും, ഇത് നമ്മളുടെ 2 PC ആണ് ഇതിനകത്ത് അസൈൻ ആയി കാണിച്ചിട്ടുള്ളത്. 1.1 എന്ന് പറയുന്നത് നമ്മളുടെ സെർവറും 1.3 എന്ന് പറയുന്നത് നമ്മളുടെ ക്ലയൻറ്റ് PCയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിമ്പിൾ നെറ്റ്വർക്ക് ചെയ്തതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മളത് ക്ലാരിഫൈ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ CCS Tech ഓൾ കേരള ലെവലിൽ CCTV IT ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോൺഫിഗറേഷൻ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വിച്ചസ്, റൗട്ടേഴ്സ്, ഫയർവാൾ, സർവേഴ്സ്, വിൻഡോസ് ഓർ ലിനക്സ് ഏതുതരം സർവേഴ്സ് ആണെങ്കിലും നമ്മൾ കോൺഫിഗറേഷൻ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പറുണ്ട്, അല്ലെങ്കിൽ മെയിലുണ്ട്, നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളത് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്ത് ഫിനിഷ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് റീഡിസൈനിങ് ആണെങ്കിലും പുതിയ ഇൻസ്റ്റാളേഷൻ ആണെങ്കിലും നമ്മളത് സെയിം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വൺസ് അഗെയിൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എക്സൈറ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.